ഹലോ SSLC മക്കളെ, ആരും പേടിക്കേണ്ട. ഫസ്റ്റ് ഓഫ് ഓൾ, എക്സാമിനർ SSLC ചാനൽ നിർത്താൻ പോകുന്നതല്ല, ഞങ്ങളിങ്ങോട്ടും പോകുന്നതല്ല. ഇത് ആകെ ഇൻഫർമേഷൻ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളിനി +1 സ്റ്റുഡൻസ് ആണ്. SSLC കഴിഞ്ഞു. നിങ്ങളുടെ ഈ മൊത്തം വർഷത്തെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു കമന്റ് ബോക്സിൽ അറിയിക്കണം നിർബന്ധമായിട്ടും. ഇപ്പം തന്നെ ഒന്ന് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് അത് ഒന്ന് അറിയിക്കുക. കാരണം ഒരു വലിയൊരു ജേർണി ആയിരിക്കും. പലരും 9ാം ക്ലാസ് മുതലേ എക്സാമിനറിൻ്റെ ചാനൽ ഫോളോ ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് കുറേ മെമ്മറീസ് ഉണ്ടാവും എക്സാമിനറിനെ പറ്റിയിട്ട്, എക്സാമിനർ ടീച്ചേഴ്സിനെ പറ്റിയിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു 10 സെക്കൻഡ് എടുത്തിട്ട് എന്ത് ചെയ്യുക, ഒരു കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടാൻ നിങ്ങൾക്ക് പറ്റുമെന്ന് വിചാരിക്കുന്നു. അത് ചെയ്തിട്ട് ബാക്കിയുള്ള വീഡിയോ കാണാം. ഓക്കെ, ഇനിയിപ്പോൾ ഇവർ +1 ആയി. ഇനി എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ ഈ SSLC ചാനൽ എന്ത് ചെയ്യണം? SSLC ചാനലിനോട് തൽക്കാലം നിങ്ങൾ എന്ത് ചെയ്യണം, വിട പറയണം. എനിക്കറിയാം ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ള കാര്യം. കാരണം നിങ്ങളാണ് ഈ ചാനലിനെ 1 മില്യണിലേക്ക് എത്തിച്ചത്. നമ്മുടെ ആദ്യത്തെ 1 മില്യൺ ചാനലാണ്. ഒരു വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. എങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇനി നമ്മുടെ +1 ചാനലിലാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ബിൽഡ് ചെയ്തെടുക്കേണ്ടത്. ആ ചാനലിലായിരിക്കും നിങ്ങൾക്കും ഞങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നിങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും തരാൻ പോകുന്നത്. അപ്പോൾ അവിടെ 2 ചാനൽസ് ഉണ്ട്. ഒന്ന് കൊമേഴ്സിൻ്റെ ചാനൽ, അതുപോലെ സയൻസിൻ്റെ ചാനൽ. അപ്പോൾ 2 ചാനലിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കാരണം ഇനിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അവിടെയാണ് ഉണ്ടാവുക, ഞങ്ങളടക്കം. നിങ്ങൾ വിചാരിക്കരുത് അലക്സ് സാറും അലൻ സാറും അർച്ചന മിസ്സും ഒന്നും ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിക്കരുത്. ഞങ്ങളും ഇനി നിങ്ങളുടെ കൂടെ അവിടെയായിരിക്കും നിങ്ങളെ പഠിപ്പിക്കുക, നിങ്ങളുടെ ഒപ്പം പഠിക്കുക. എല്ലാ കാര്യങ്ങളും നമ്മൾ അവിടെയായിരിക്കും ചെയ്യാൻ പോകുന്നത്. സോ ആ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. ഇന്നത്തോടെ നിങ്ങൾ SSLC ഇവൻറ്റ്, ഇന്നൊരു 7:30 ഇവൻ്റ് ഉണ്ട്, അത് മറക്കരുത്. നമ്മുടെ ഫെയർവെൽ ഇവൻ്റ് ആണ്. അത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ചാനൽ വരണ്ട. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, സാർ +1 കുറച്ച് കഴിഞ്ഞിട്ടല്ലേ തുടങ്ങുന്നത്, അപ്പം സബ്സ്ക്രൈബ് ചെയ്താൽ മതിയല്ലോ. പോരാ മക്കളെ, നിങ്ങളുടെ റിസൾട്ട് ബേസ്ഡ് ആയിട്ടുള്ള കുറേ ഇൻഫർമേഷനും നിങ്ങളുടെ പേപ്പറിൻ്റെ ഇവാലുവേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയണ്ടേ, അതൊക്കെ നിങ്ങൾക്ക് +1 ചാനലിൽ ഞങ്ങൾ അറിയിക്കുക. സോ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. മറ്റൊരു കാര്യമുള്ളത് മക്കളെ, മറ്റന്നാണ് വെൻസ്ഡേ വൈകുന്നേരം നിങ്ങൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ലൈവ് ഉണ്ട്. ആ ലൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമിനറിൻ്റെ എല്ലാ ടീച്ചേഴ്സും ഒരുമിച്ച് വരുന്ന ലൈവ് ആയിരിക്കും. അപ്പോൾ കുറേ ഫണ്ണും ഗെയിംസും കാര്യങ്ങളൊക്കെ ഉള്ള ലൈവ് ആയിരിക്കും. സെലിബ്രേഷൻ ആയിരിക്കും, ഒരു സെലിബ്രേഷൻ തന്നെ ആയിരിക്കും. ഓക്കെ, എല്ലാ സ്റ്റുഡൻസും ഉണ്ടാവും. അതായത് 10ാം ക്ലാസ് മാത്രമല്ല, എല്ലാ സ്റ്റുഡൻസും ഉണ്ടാവും, എല്ലാ ടീച്ചേഴ്സും ഉണ്ടാവും. അപ്പോൾ ആ ലൈവ് നമ്മുടെ എക്സാമിനറിൻ്റെ കോമൺ ചാനലിലായിരിക്കും നടക്കുക, മെയിൻ ചാനലിൽ, നമ്മുടെ SSLC ചാനലില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷനും ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആ ലൈവിൻ്റെ. അപ്പോൾ അതും പോയിട്ട് എല്ലാവരും ലൈക്ക് അടിച്ച് വെക്കുക. എല്ലാവരും വരണം, പേരൻസ് ഇൻക്ലൂഡഡ്, അനിയന്മാർ ചേട്ടന്മാരൊക്കെ വിളിച്ചുകൊണ്ടുവന്നാൽ ഭയങ്കര രസമായിരിക്കും. മാത്രമല്ല, ഒന്നും പഠിപ്പിക്കാനും പഠിപ്പിക്കില്ല, ഭയങ്കര രസമായിരിക്കും. അപ്പോൾ എല്ലാവരും ഉണ്ടായിരിക്കണം ആ ലൈവിൽ. മറ്റൊരു കാര്യമുള്ളത്, അവസാനം ഈ കാര്യം കൂടി പറഞ്ഞു നിർത്താം. നെക്സ്റ്റ് ഇയറിലെ ബാച്ചിൻ്റെ അഡ്മിഷനൊക്കെ നിങ്ങൾക്ക് അറിയാം, അത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുറേ കുട്ടികൾ ഓൾറെഡി ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഒരു കാര്യം കൂടി അറിയിക്കാനുള്ളത്, നെക്സ്റ്റ് 500 കുട്ടികൾക്കായിരുന്നു നമ്മൾ പറഞ്ഞത് ബുക്സ് ഉണ്ടാവുക. ആ നമ്പർ ഇപ്പോൾ മാറിയിരിക്കുകയാണ് മക്കളെ. 200 കുട്ടികൾക്ക് കൂടെ നമുക്ക് ബുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ, ഫ്രീ ആയിട്ട്. ഓക്കെ, ഫ്രീ ആയിട്ട്. അപ്പം നിങ്ങൾക്ക് ബുക്കും കൂടി വെച്ചിട്ട് എക്സാമിനെ കൂടി പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഫ്രീ ആയിട്ട് കിട്ടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വേഗം തന്നെ അഡ്മിഷൻ എടുക്കുക. അതിപ്പം +1 അഗ്നി ബാച്ച് ആയിക്കോട്ടെ, +1 ജ്വാല കോമേഴ്സ് ബാച്ച് ആയിക്കോട്ടെ, നീറ്റിൻ്റെ പൃഥ്വി ബാച്ച് ആയിക്കോട്ടെ, നമ്മുടെ ജെഇയുടെ യോധ ബാച്ച് ആയിക്കോട്ടെ, വേഗം തന്നെ അഡ്മിഷൻ എടുക്കാനുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഉറപ്പ് വരുത്തുക. അത്രേ പറയാനുള്ളൂ. നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് വൈകുന്നേരം 7:30 കാണാം, മറക്കരുത്. മറ്റന്നാൾ വൈകുന്നേരം 7:30 കാണാം.